ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മാംഗോ ക്യാരറ്റ് സാലഡ് ഉണ്ടാക്കി നോക്കിയാലോ? വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ളൊരു സാലഡ് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ആദ്യം ഞാൻ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണേ. പിന്നെ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മാങ്ങ എടുത്തിട്ടുണ്ട്. ദാണ്ടെ നമ്മുടെ മാങ്ങയും ക്യാരറ്റും ഇഞ്ചിയും മുളകും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ഈ നീളത്തിൽ നെടുകനെ തന്നെ കീറി എടുക്കണേ, മുറിച്ചെടുക്കണേ. അപ്പോഴേ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം ഈവനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിടക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിതെല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇത് മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ ഉണ്ടാക്കാറുണ്ട്. ക്യാരറ്റ് മാംഗോ സാലഡ് എന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാവർക്കും വീട്ടിലിപ്പോൾ മാങ്ങ സീസണൊക്കെ ആവാറായല്ലോ. അപ്പോൾ നമുക്ക് ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം. വേറെ അഡീഷണൽ നാച്ചുറൽ ആയിട്ടുള്ള സാധനമല്ലേ. അപ്പം എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിലേക്ക് നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ശകലം ഉപ്പ് കൊടുക്കാം. ഉപ്പ് ചേർക്കാമേ, ആവശ്യത്തിന് ഉപ്പ്. ഇനി കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് കുറച്ച് മതി. മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി എണ്ണ, ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിൽ ചേർക്കാം. ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. ഇത് നമുക്കിതിനെല്ലാം കൂടി മിക്സ് ആക്കാം കേട്ടോ. നല്ലോണം ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാ പോർഷനിലേക്കും നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണേ. അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എരിവിന് ഇച്ചിരി എരിവ് വേണം തോന്നുകയാണെങ്കിൽ. ഞാനിപ്പോൾ ഇടുന്നില്ല. അപ്പോൾ ഇത്രയും തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. നല്ലൊരു ഹെൽത്തി സാലഡാണ്. വേണമെങ്കിൽ നമുക്ക് ഡ്രസ്സിങ് ആയിട്ട് എന്തെങ്കിലും ഒറിഗാനോയോ വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം, വെറൈറ്റി ആക്കാം. പക്ഷേ ആവശ്യം ഇത്രയുള്ള കുറച്ച് സാധനങ്ങൾ ചേർത്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീട്ടിൽ തയ്യാറാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും വേറൊരു വെറൈറ്റി വീഡിയോയുമായി വരാം. താങ്ക് യു സോ മച്ച്.